പ്രധാനമന്ത്രിക്കെതിരെ എറണാകുളം ലോ കോളേജിൽ KSUവിന്റെ ഫ്ലക്സ് 2 ദിവസത്തെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി കൊച്ചിയിലെത്താനിരിക്കെയാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. ഫ്ലക്സ് അഴിച്ചു മാറ്റാൻ പോലീസ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. വിനിത വിജി വിവരങ്ങളുമായി. വിനിത, എന്താണ് ഫ്ലക്സിലുള്ള വാചകം? ഹാഷ്മി, കേരളത്തിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രിക്കെതിരെയാണ് KSU ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. എറണാകുളം ലോ കോളേജിലാണ് സംഭവം. ഈ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ തന്നെ പോലീസ് അവിടെ എത്തുകയും പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് KSUക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആ ഫ്ലക്സ് അഴിച്ചു മാറ്റണമെന്നും പോലീസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം ഈ നഗരത്തിൽ വലിയ രീതിയിലേക്കുള്ള പഴുതടച്ചുകൊണ്ടുള്ള തന്നെ ചില സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശിക്കുന്ന എല്ലാ ഇടങ്ങളിലും പോലീസിന് പുറമെ SPGയുടെ നേതൃത്വത്തിൽ തന്നെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഒരുക്കിയിരിക്കുന്നത്. 6 SP-മാരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 2000-ലധികം പോലീസുമാരാണ് ഈ കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഉള്ളത്. ഇതിന് പുറമെ SPGയും ഉണ്ട്. ഇങ്ങനെ ഉച്ച മുതൽ ഇനിയിപ്പോൾ 1:17 ആയിരിക്കുന്നു. ഇനി 2 മണി മുതൽ കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കും. അതിലേറ്റവും പ്രധാനമായും ഏതൊക്കെ മേഖലകളിലേക്കാണ് ഇങ്ങനെ നിയന്ത്രണം ഉണ്ടാവുക, വാഹനങ്ങൾ നഗരത്തിലെ ചില മേഖലകളിലേക്ക് കടത്തിവിടുന്നതല്ല. അതിൽ ഈ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും മേനക ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വൈപ്പിൻ ഭാഗത്ത് നിന്നും വൈറ്റില പശ്ചിമ കൊച്ചി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഈ മാധവ ഫാർമസി, MG റോഡ്, രാജാജി റോഡ് വഴി KSRTC സ്റ്റാൻഡ് വഴി കടവന്ത്രയിൽ എത്തി വേണം പോകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് പ്രതിഷേധവുമായി KSU പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നത്. പോലീസ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് ആ ഫ്ലക്സ് അഴിച്ചു മാറ്റാനും അവരോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹാഷ്മി. ഓക്കെ, വിനിത വിജിയാണ്. എറണാകുളം ലോ കോളേജിൽ സേ നോ ടു മോഡി അങ്ങനെ എന്തോ ആണ് എഴുതിയിരിക്കുന്നത് തോന്നുന്നു. അങ്ങനെ പ്രധാനമന്ത്രി സന്ദർശനത്തോടനുബന്ധിച്ച് ഒരു പ്രതിഷേധ ഫ്ലക്സ് അവർ ഉയർത്തി. അത് അഴിച്ചു മാറ്റണം എന്നാവശ്യപ്പെടുകയാണ്. ഗവർണറുടെ സമയത്തൊക്കെ നമ്മൾ ഫ്ലക്സ് കണ്ടതാണ്. അഴിച്ചു മാറ്റണം എന്നാവശ്യപ്പെടുന്നു. അഴിച്ചു മാറ്റിയതുമൊക്കെ നമ്മൾ കണ്ടാണ്. അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്.